അത് 21/11 നവംബർ മാസം 2023 ആഗ്ര, ഡൽഹി, കശ്മീർ അവിടെയും പോയി വന്നു. ഇപ്പോൾ 4ാമത്തെ പരിപാടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മലേഷ്യയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും 10-30 പേര് അതിന് തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിൽ നമ്മളെ പരിപാടികളിലെല്ലാം തന്നെ SSLCക്ക് പാസ്സായ നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് എല്ലാ പ്രാവശ്യവും മെമൻറ്റോ നൽകി അവരെ ആദരിക്കുകയുണ്ടായി. കൂടാതെ അതോടൊപ്പമായിട്ടാണ് നമ്മൾ സ്കൂളിലെ സമരരംഗത്ത് നമുക്ക് കയറേണ്ടി വന്നത്. കാരണം സ്കൂൾ പൂട്ടി അടക്കാൻ പോകുന്നു എന്ന മാനേജ്മെൻറ്റിൻ്റെ തീരുമാനത്തിനെതിരെ നമ്മൾ 9 മാസക്കാലം പൂർവ്വ വിദ്യാർത്ഥി സംഘടന സമരം ചെയ്തു. അതിൽ 40 ദിവസം നമ്മൾ റിലേ സത്യാഗ്രഹം, പലരും ഉപവാസമനുഷ്ഠിച്ചു. അങ്ങനെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെയധികം. അതോടൊപ്പം തന്നെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളായ സലീം, സലാം എന്നിവർ അതാത് സമയങ്ങളിൽ തന്നെ മാധ്യമങ്ങളുടെ ചാനൽ വഴിയും പത്രത്തിലുമെല്ലാം ഈ റിപ്പോർട്ടുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. ഇത് മാനേജറിനെതിരെ നൽകിയ കേസിന് നമുക്കൊരു ബലം ഉണ്ടാവാൻ സാധിച്ചു. ഇത് വിവരങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രമല്ല, നമ്മുടെ മാക്സി MLA മാക്സി വളരെയധികം അദ്ദേഹം നമുക്ക് വേണ്ടി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. നമ്മളെ തിരുവനന്തപുരത്ത് വിളിപ്പിച്ചു, മുഖ്യമന്ത്രിയെ, വിദ്യാഭ്യാസ മന്ത്രിയെ, അതുപോലെ തന്നെ പലരെയും വളരെ പെട്ടെന്ന് തന്നെ കാണുവാനും സംസാരിക്കാനും നമ്മളെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനും എല്ലാം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഈ സമരത്തിൽ അദ്ദേഹവും വളരെയധികം നമ്മളോട് സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. പല രാഷ്ട്രീയ സംഘടനകളും മത സംഘടനകളും അതുപോലെ തന്നെ ഒരു ജനകീയ സമരമാക്കി മാറ്റുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായി